ഹറാമായ രീതിയിൽ കല്യാണം തുടക്കം കുറിക്കരുത്. ആ കല്യാണത്തിൽ ബർക്കത്തുണ്ടാവൂല, ആ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവൂല. വേണ്ടവർ, പഠിക്കേണ്ടവർ, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണം. ഇത് പറയുക എന്നത് എന്റെ ദൗത്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഓൺലൈൻ സംവിധാനമുള്ളതുകൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, പഠിക്കേണ്ടവർക്ക് പഠിക്കാം, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം, തള്ളേണ്ടവർക്ക് തള്ളാം. ഇത് എന്റെ ദൗത്യമാണ്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇനി മേലാൽ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ നാടുകളിലോ ഒരു മഹത്തായ, അല്ലാഹു ബർക്കത്താക്കിയ, അല്ലാഹുവിന്റെ ഹബീബ് സുന്നത്ത് എന്ന് പറഞ്ഞ ഒരു മഹത്തായ കല്യാണങ്ങളെ ദയവ് ചെയ്ത് കളങ്കമാക്കരുത്. ദയവ് ചെയ്ത് മിസ്ബുകൾ കൊണ്ട് കളങ്കമാക്കരുത്. ദയവ് ചെയ്ത് അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും കൂടിക്കലരുന്ന ആഭാസം കൊണ്ട് കളങ്കമാക്കരുത്. അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും ബാധിക്കുമെന്ന് മറക്കരുത്. അല്ലാഹു കഴിഞ്ഞു പോയതൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു കഴിഞ്ഞു പോയതൊക്കെ പുറത്തു തരട്ടെ. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നത് ഇവിടെ കല്യാണം നടക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ മരണത്തിന്റെ ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇതുണ്ടാക്കിയത്? എന്തിനാണ്? കാരണമുണ്ട്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത്? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഇസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് ദാവൂദ് നബി ചോദിക്കുന്നത്, എന്തിനാ വന്നത്? റൂഹ് പിടിക്കാനാണ്. റൂഹ് പിടിക്കാനോ? ഇത്രയും പെട്ടെന്നോ? എനിക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടില്ലല്ലോ, എനിക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടില്ലല്ലോ. അപ്പോഴാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഇസ്രായീൽ അലൈഹിസ്സലാം പറയുന്നത്, ദാവൂദ് നബിയെ, നിങ്ങളുടെ അയൽവാസി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. എവിടെ പോയി? മരിച്ചുപോയി. നിങ്ങളുടെ ഇന്നാലുള്ള കുടുംബക്കാരൻ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. എവിടെ പോയി? അദ്ദേഹം മരിച്ചുപോയി. നിങ്ങളുടെ ഇന്നാലിന്ന നാട്ടുകാരൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. എവിടെ പോയി? അദ്ദേഹവും മരിച്ചുപോയി. ഇവരൊക്കെ മരിച്ചുപോയത് നിങ്ങൾക്കൊരു പാഠമായിരുന്നു, നിങ്ങൾക്കൊരു മുന്നറിയിപ്പായിരുന്നു. നമ്മളൊക്കെ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹമീദ് എന്ന് പറയുന്ന കളോട്ട് സാഹിബ് ലോകത്തോട് വിട പറഞ്ഞത്, എന്റെ ചെറുപ്പക്കാരാ, നമ്മൾക്കൊരു പാഠമാണ്, നമ്മൾക്കതൊരു പാഠമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയും അക്ഷീണ പ്രയത്നം നടത്തി അധർമ്മത്തിനെതിരെ, അതുപോലെ ചൂഷണങ്ങൾക്കെതിരെ, അതുപോലെ അഴിമതിക്കെതിരെ ശക്തമായ നിലയുറപ്പിച്ച് ഉച്ചയിസ്തരം അതിനെതിരെ പോരാടി നാടിനും നാട്ടുകാർക്കും സ്നേഹനിധിയായ ഹമീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹു ആ ചെറുപ്പക്കാരന്റെ ഖബറിടം അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ, വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നല്ലൊരു പുകരം നൽകണേ അല്ലാഹ്. ആ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു മരണം നമ്മൾക്ക് പാഠമാണ്, നമ്മൾക്ക് പാഠമാണ്. എന്തിനുള്ള പാഠം? ഒരാളും മരിക്കാൻ ഒരു വയസ്സാവേണ്ട ആവശ്യമില്ല, മരിക്കാൻ വയസ്സിന്റെ പ്രായമെത്തേണ്ട ആവശ്യമില്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു കൂട്ടം വൃദ്ധരായ ആളുകളുടെ സമീപത്തുകൂടെ നടന്നു പോവുകയാണ്. ഒരു കൂട്ടം വൃദ്ധന്മാരായ ആളുകൾ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സമീപത്തുകൂടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്, യാ മഅശറ ശൂഖ്, അല്ലയോ വൃദ്ധന്മാരെ, അല്ലയോ വയസ്സന്മാരെ, നിങ്ങൾക്കറിയൂലേ, ഇവിടെ ഒരു കൃഷി, നമ്മളൊരു കൃഷി ഉണ്ടാക്കിയാൽ, നമ്മളൊരു കൃഷി വളർത്തിയാൽ, ആ കൃഷി പാകമായി വന്നാൽ ആ കൃഷിയെ വെട്ടിമാറ്റാതെ എവിടെയെങ്കിലും ഇവിടെ ഇട്ടേച്ചു പോകാറുണ്ടോ?
നമ്മളൊരു കൃഷി നടത്തിയാൽ അതിൽ നിന്ന് പഴങ്ങളുണ്ടായി, അതിൽ നിന്ന് പച്ചക്കറികളുണ്ടായി, അതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കേണ്ട വിഭവങ്ങൾ ഉണ്ടായാൽ അത് പറിക്കാതെ അവിടെ ബാക്കി വെക്കാറുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണേ, നിങ്ങളെ കൊണ്ടുപോകാനുള്ള സമയം എടുത്തിരിക്കുകയാണ്, നിങ്ങൾ പാകമായിരിക്കുകയാണ്, ഖബറിലേക്ക് പോകാനുള്ള സമയം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിലേക്കൊരുങ്ങണേ, മരണത്തിലേക്കൊരുങ്ങണേ എന്ന് വൃദ്ധന്മാരായ ആളുകളോട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരെ കണ്ടത്, ഒരു കൂട്ടം ചെറുപ്പക്കാരെ കണ്ടത്. യാ മഅ്ശറ ശബാബ്, അല്ലയോ ചെറുപ്പക്കാരാ, അല്ലയോ ചെറുപ്പക്കാരുടെ കൂട്ടമേ, നിങ്ങൾക്കറിയൂലേ ഒരു തെങ്ങിലുള്ള എല്ലാ നെച്ചിങ്ങകളും തേങ്ങകളാവാറുണ്ടോ? ഒരു തെങ്ങിലുള്ള എല്ലാ നെച്ചിങ്ങകളും തേങ്ങകളാവാറുണ്ടോ? ഇല്ല. ഒരുപാട് നെച്ചിങ്ങകൾ വീഴാറുണ്ട്, പലതും വെളനീരായി പറിച്ചു കുടിക്കാറുണ്ട്. 100 നെച്ചിങ്ങകളുണ്ടായാൽ ഒരു 20 എണ്ണമാണ് തേങ്ങയായി മാറുന്നത്. എന്നിട്ട് ചെറുപ്പക്കാരോട് ചോദിച്ചു, നിങ്ങളും അതുപോലെ വയസ്സാവാതെ മരിക്കാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് വേഗം മരണത്തിലേക്ക് ഒരുങ്ങണമെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. മരണങ്ങൾക്കൊരു പാഠമാണ് നമ്മൾക്ക്, മരണങ്ങളൊക്കൊരു പാഠമാണ്. പക്ഷേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയ ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു അയച്ചു കൊടുത്ത അസ്രായീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ കുടുംബക്കാരൻ, നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങളുടെ ചങ്ങാതി, നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ലോകത്തോട് വിട പറഞ്ഞത് നിങ്ങൾക്ക് നന്നാവാനും മരണത്തിലേക്ക് ഒരുങ്ങാനുമുള്ള സമയമായിരുന്നു. നാട്ടിൽ വെച്ച് ചെറുപ്പക്കാർ മരിക്കുമ്പോൾ ചെറുപ്പക്കാരാ നമ്മൾക്കുള്ള പാഠമാണത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മൾക്കുള്ള പാഠം. മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്നറിയാനാണ്. പരീക്ഷണമാണ് ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര. പരീക്ഷണങ്ങൾ തരണം ചെയ്യേണ്ടവനാണ് മുഅ്മിൻ. ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് മുഅ്മിൻ, ഒഴുക്കിനനുസരിച്ച് നീന്തേണ്ടവരല്ല മുഅ്മിൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒഴുക്കിനനുസരിച്ച് നീന്തേണ്ടവരല്ല മുഅ്മിൻ, ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് മുഅ്മിൻ. പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നേറുന്നവനാണ് മുഅ്മിൻ. ഇതാണ് മുസ്ലിം. ഇവരെയാണ് മുഅ്മിൻ എന്ന് പറയാൻ പറ്റുക. കാരണം അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, 4 കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ വലിയ മുതലാളിമാരാണ്, നിങ്ങൾ വലിയ മുതലാളിമാരാണ്. 4 കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഏതൊക്കെ 4 കാര്യങ്ങളൊന്ന്, ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലാൻ പറ്റുന്ന നാവ് നമ്മൾക്കുണ്ടായാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം നമ്മൾക്ക് ലഭിക്കാനില്ല. ലിസാനുൻ ദാകിർ. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ വീട്ടിൽ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു വീടടിച്ചു മാറുന്ന ഭാര്യമാരുണ്ടായാൽ, ഡ്രൈവ് ചെയ്യുന്ന ചെറുപ്പക്കാർ, പെൻഡ്രൈവുകളോ ബോക്സുകളോ ഉപയോഗിച്ചുകൊണ്ട്, കേബിളുകളോ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുകളും മ്യൂസിക്കുകളും കേൾക്കുന്നതിന് പകരം വണ്ടിയിലേക്ക് കയറില്ല. ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ ദിക്ർ ചൊല്ലി ഡ്രൈവ് ചെയ്യാൻ ആർക്കെങ്കിലും ഭാഗ്യമുണ്ടോ? അവനേക്കാൾ വലിയ ഭാഗ്യവാൻ വേറെ ഇല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വണ്ടിയിൽ കയറിയാൽ ആകെ ഒരു പാട്ടും കേട്ട് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യും. ആലോചിക്കണം നമ്മള്. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ.
അള്ളാഹു ഒരാൾ അവസാനമായി എന്ത് ചെയ്തു എന്നാണ് അള്ളാഹു നോക്കുന്നത്. നമ്മുടെ നന്മകൾ സ്വീകരിക്കുന്നത് അവസാനമായി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹറാമായ മ്യൂസിക്കുകൾ കേട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 180ന്റെയും 100ന്റെയും 120ന്റെയും ഇടയിൽ അമിതമായ വേഗത്തിലൂടെ നല്ല റോക്ക് മ്യൂസിക്കുകൾ, റാപ്പ് മ്യൂസിക്കുകൾ ഇത് കേട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആ ആക്സിഡന്റിൽ മരിച്ചു പോവേണ്ടി വന്നാൽ അവസാനമായവൻ കേട്ടത് ഹറാമാണ്. അവസാനമായി കേട്ടത് ഹറാമാണ്. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ. അവൻ അവസാനമായി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു ഒരാളുടെ അമൽ സ്വീകരിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലിസാനുൽ വാക്കിർ, ദിക്ർ ചൊല്ലുന്ന നാവുണ്ടാകുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. ചുയിങ്ങം ചവച്ചിട്ടല്ല, ചുയിങ്ങം ചവച്ചിട്ടല്ല നമ്മുടെ നാവുകൾ നമ്മൾ നനയ്ക്കേണ്ടത്. ചോക്ലേറ്റ് ചവച്ചിട്ടല്ല, എന്തുമാവട്ടെ പാമ്പറേഗോ അല്ലെങ്കിൽ ഏതെങ്കിലും പാൻ മസാലകൾ ചവച്ചിട്ടല്ല നമ്മുടെ നാവുകളും നമ്മുടെ വായകളും നമ്മൾ നനയ്ക്കേണ്ടത്. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ട് നടക്കണേ. ആ ദിക്ർ കൊണ്ട് നിങ്ങളുടെ നാവുകൾ നനയട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ദിക്ർ ചൊല്ലിക്കൊണ്ട് നാവ് നനക്കാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഭാഗ്യവാൻ, എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാവുണ്ടായാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. രണ്ടാമത്തേവൻ വഖൽബുൻ ഷാകിർ, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവൻ വലിയ ഭാഗ്യവാന്മാരാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ക്യാൻസർ ബാധിച്ച് അദ്ദേഹത്തിന്റെ കാലം മുറിച്ചു മാറ്റാനുള്ള കൽപ്പനയുണ്ടായി. ശരീരത്തിലേക്ക് ക്യാൻസർ ബാധിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കാലിന്റെ അന്ത്യത്തിൽ വെച്ച് തുടങ്ങി, കാലിന്റെ മുട്ടിലേക്ക് എത്തി, മുട്ടിൽ നിന്ന് ഊരയിലേക്ക് എത്തി. തുടക്കത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞു കാല് മുറിച്ചു മാറ്റണമെന്ന്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചോളാം, കുഴപ്പമില്ല. ക്യാൻസർ ബാധിച്ചു, നമ്മൾക്കറിയാലോ ക്യാൻസർ ബാധിച്ച് എത്ര ആളുകളുടെ കാലുകളാണ് മുറിച്ചു മാറ്റുന്നത്, എത്ര ആളുകളുടെ സ്ഥലങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്, എത്ര ആളുകളുടെ ചുണ്ടുകളും നാവുകളും വരെ മുറിച്ചു മാറ്റുന്നുണ്ട്, നാവുകളും വരെ മുറിച്ചു മാറ്റുന്നുണ്ട്. അതുപോലെ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് കാല് മുറിച്ചു മാറ്റാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം, ഞാൻ ക്ഷമിച്ചോളാം, എന്റെ കാല് മുറിച്ചു മാറ്റേണ്ട. എന്നിട്ട് മുട്ടിലേക്ക് എത്തി. അപ്പോഴും ഡോക്ടർ പറഞ്ഞു കാല് മുറിച്ചു മാറ്റണമെന്ന്. അപ്പോഴും മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ കാല് മുറിച്ചു മാറ്റണ്ട, ഞാൻ ക്ഷമിച്ചോളാം. ഊരയിലേക്ക് എത്തി. അപ്പോഴാണ് അവസാനമായി മുറിച്ചു മാറ്റാതെ രക്ഷയില്ല. കാല് മുറിച്ചാലേ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന, ഹൃദയത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ആ ശരീരത്തിന്റെ രോഗമെന്ന് ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് കാലം മുറിച്ചു മാറ്റാമെന്നുള്ള തീരുമാനമായി. പക്ഷേ എങ്ങനെയാണ് മുറിച്ചു മാറ്റുക? അങ്ങനൊരു ചർച്ച വന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇഞ്ചക്ഷൻ ചെയ്ത് അനസ്തേഷ്യ നടത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ ആ കാലങ്ങളിൽ അനസ്തേഷ്യയുടെ സൗകര്യങ്ങളില്ല, ഇഞ്ചക്ഷന്റെ സൗകര്യങ്ങളില്ല, പാരലൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. പക്ഷെ എങ്ങനെയാണ് കാല് മുറിച്ചു മാറ്റുക? അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ശരീരത്തെ മയക്കിക്കെടുത്താനുള്ള ഒരു മയക്കുമരുന്ന് ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ അബോധാവസ്ഥയിൽ വീഴും. അപ്പോൾ നിങ്ങളുടെ കാൽ ഞാൻ മുറിച്ചു മാറ്റിക്കോളാം. അപ്പോഴാണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. നമ്മള് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെ മയക്കിക്കിടത്തി അബോധാവസ്ഥയിൽ എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റരുത്. അള്ളാഹു എനിക്ക് തന്ന ശരീരത്തിലെ റൂഹ് അത് അബോധാവസ്ഥയിലാകുന്നത് എനിക്കിഷ്ടമല്ല. അള്ളാഹുമായി മുനാജാത്ത് നടത്തേണ്ട ശരീരം, അള്ളാഹുമായി ഇടപെടേണ്ട ശരീരം, അള്ളാഹുമായി ദിക്ർ ചൊല്ലേണ്ട ശരീരം മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്നെ മയക്കിക്കിടത്തുന്നത് എനിക്കിഷ്ടമല്ല.
അങ്ങനെ എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റരുത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, എന്നാൽ നിങ്ങൾക്ക് ഞാൻ കല്ല് തരാം, നിങ്ങൾക്ക് മത്ത് പിടിപ്പിക്കുന്ന കല്ല് തരാം. ഹറാമ് കൊണ്ടെന്റെ ശരീരത്തെ ചികിത്സിക്കുകയോ, ഹറാമ് കൊണ്ടെന്റെ ശരീരത്തെ ചികിത്സിക്കുകയോ, ഹറാമ് കൊണ്ടും എന്റെ ശരീരത്തെ ചികിത്സിക്കരുത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, 4-5 ആളുകൾ ഒരുമിച്ചുകൂടി നിങ്ങളുടെ കൈയും കാലും കെട്ടി നിങ്ങളെ ഞാൻ ബലമായി നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റട്ടെ. അതും വേണ്ട. പിന്നെ എങ്ങനെ മുറിക്കുക? അനസ്തേഷ്യ വേണ്ട, കള്ള് വേണ്ട, ബലമായി പിടിച്ച് മുറിക്കുക, അതും വേണ്ട. പിന്നെങ്ങനെ മുറിക്കുക? പിന്നെങ്ങനെയാണ് മുറിച്ചു മാറ്റുക? അപ്പോഴാണ് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ നിസ്കാരത്തിലേക്ക് ചെന്നു, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുകൂഇലേക്ക് ചെന്നു, റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ചെന്നു, ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് ചെന്നു, സുജൂദിൽ ഞാൻ നിശ്ചലായി അല്ലാഹുമായി സംസാരിക്കുന്നതും എന്റെ ശരീരം അനങ്ങാതെ യാതൊരു ബോധമില്ലാതെ പരിസരബോധമില്ലാതെ സുജൂദിൽ തന്നെ കിടക്കുന്നത് കണ്ടാൽ എന്റെ കാലിനെ നിങ്ങൾ മുറിച്ചു മാറ്റിക്കോളൂ എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ ഒരു കൊതുക് കടിച്ചാൽ വരെ നമ്മുടെ നിസ്കാരത്തിൽ വെച്ച് അടിച്ചു കൊല്ലുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? നിസ്കാരം നടക്കാൻ മുമ്പിലുള്ള ചുമരിൽ പല്ലി ഇര പിടിക്കാൻ, പല്ലി ഇര പിടിക്കാൻ, പാറ്റെ പിടിക്കാൻ, പല്ലിയുടെ ഇങ്ങനെ ഇര പിടിക്കാൻ വേണ്ടി പോയി ഒരു കുത്തും നമ്മുടെ തലയുടെ ഇങ്ങനെ ഒരു അറ്റാക്ക്, അല്ലേ? ഇങ്ങനെ നമ്മൾ പല്ലിയെ നോക്കിയിരിക്കും, പല്ലി ഇങ്ങനെ പിടിക്കുന്നതും നോക്കി നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനും പല്ലിയിലാണ്. ഇത് കാല് മുറിച്ചു മാറ്റാനാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ സുജൂദിൽ കിടന്നു നിശ്ചലനായിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റാം. അദ്ദേഹം വുളൂ ചെയ്തു വന്നു, വുളൂ ചെയ്തിട്ട് നേരെ നിസ്കരിക്കാൻ തുടങ്ങി. ഫാത്തിഹ ഓതി, റുകൂഇലെത്തി, സുജൂദിലെത്തി ഒരുപാട് സമയം ശരീരങ്ങൾ അനങ്ങാതെ ശബ്ദമില്ലാതെ സുജൂദിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർമാർ ഓടി വന്ന് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റുകയാണ്. അദ്ദേഹത്തിന് അറിഞ്ഞിട്ടേയില്ല. ശ്രദ്ധിക്കണം നമ്മള്, അദ്ദേഹത്തിന് തന്റെ കാല് മുറിച്ചു മാറ്റിയതറിഞ്ഞില്ല. എന്നിട്ട് രക്തം ഒഴുകാതിരിക്കാൻ, രക്തം വാർന്നൊലിച്ച് മരിക്കാതിരിക്കാൻ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് കൈമുറിച്ചാൽ കൈ പ്രവേശിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. കൈവെട്ടിയാൽ കൈയിൽ നിന്ന് ചോരിങ്ങനെ വാർന്നൊലിക്കാതിരിക്കാൻ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് കൈവെക്കും. അപ്പൊ കൈ എന്ത് ചെയ്യും? ആ ചോര അവിടെ കട്ട പിടിക്കും, പിന്നെ ചോര ഒഴുകൂല. അങ്ങനെ ചോര ഒഴുകാതിരിക്കാൻ മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിനെ എണ്ണ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വെച്ചു. അപ്പോഴേക്കും അദ്ദേഹം ബോധം കെട്ട് സുജൂദിൽ നിന്ന് വീഴുകയാണ്. ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയാ, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ എന്ന് പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീഴുകയാണ്. ബോധം തെളിയുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയെ ഒട്ടകം ചവിട്ടിക്കൊല്ലുകയുണ്ടായി. ബോധം തെളിയുന്നതിന് മുമ്പേ അദ്ദേഹം ബോധം കെട്ട് വീണിരിക്കുകയാണ്. ബോധം തെളിയുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയെ ഒട്ടകം ചവിട്ടിക്കൊല്ലുകയുണ്ടായി. അദ്ദേഹം ബോധം തെളിഞ്ഞാൽ ഇവരോട് എന്ത് പറയണമെന്ന് ആകെ ശങ്കിച്ചു നിൽക്കുകയാണ്. ആലോചിക്കണം എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങള്, ഒരുപക്ഷേ നമ്മുടെ മക്കൾ മരിച്ചുപോയേക്കാം, ഒരുപക്ഷേ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചുപോയേക്കാം, ഭാര്യ ഭർത്താക്കന്മാര് മരിച്ചുപോയേക്കാം, മാതാപിതാക്കൾ മരിച്ചുപോയേക്കാം. അതൊക്കെ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, അല്ലാഹു നൽകുന്ന പരീക്ഷണമാണത്. ആ സമയത്ത് ആരാണോ പിടിച്ചു നിൽക്കുന്നത്, ആരാണോ ക്ഷമിക്കുന്നത്, അവനാണ് അല്ലാഹു സ്വർഗത്തിൽ ഉന്നതമായ ദറജ നൽകുന്നത്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി ബോധം കെട്ട് കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പൊന്നുമോൻ മുഹമ്മദ് എന്ന് പറയുന്ന പൊന്നുമോൻ ഒട്ടകം ചവിട്ട് മരിച്ചു പോകുന്നത്. നാട്ടുകാരൊക്കെ ഒരുമിച്ചുകൂടി എന്ത് പറയണമെന്നറിയാതെ കാത്തിരിക്കുകയാണ്. അവസാനം അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, നിങ്ങളുടെ പൊന്നുമോൻ മരിച്ചുപോയതില്, നിങ്ങളുടെ കാലം മുറിച്ചു മാറ്റിയതില്, നിങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. അപ്പോഴാണ് തന്റെ പൊന്നുമോൻ മരിച്ചു എന്നുള്ള വാർത്ത അറിയുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ
അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എനിക്ക് 4 മക്കളെ നീ തന്നിട്ടുണ്ടല്ലോ, അതിലൊരാളെയല്ലേ നീ തിരിച്ചു കൊണ്ടുപോയത്. ഇങ്ങനെയാണ് മുഅ്മിൻ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? സൈക്കിളുള്ളവൻ ചിന്തിക്കുക എനിക്ക് എങ്ങനെ ബൈക്ക് വാങ്ങാൻ പറ്റാം, ബൈക്കുള്ളവൻ ചിന്തിക്കുക എനിക്ക് എങ്ങനെ കാറ് വാങ്ങാൻ പറ്റാം, ഇനി കാറ് വാങ്ങിയ പിന്നെ അടുത്ത ചിന്ത ഇന്നോവ എങ്ങനെ വാങ്ങാൻ പറ്റും, ഇന്നോവ വാങ്ങിയ അടുത്ത ചിന്ത ബെൻസിലേക്ക്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ. അതിന് പകരം ബൈക്കുള്ളവൻ ചിന്തിക്കേണ്ടത് സൈക്കിളുള്ള ബൈക്കില്ലാത്ത എത്ര ആളുകളുണ്ട്, സൈക്കിളുള്ളവൻ ചിന്തിക്കേണ്ടത് സൈക്കിളില്ലാത്ത എത്ര ആളുണ്ട്, സൈക്കിൾ ഇല്ലാത്തവൻ ചിന്തിക്കേണ്ടത് കാലില്ലാത്ത എത്ര ആളുണ്ട്, ഒരു കാലില്ലാത്തവൻ ചിന്തിക്കേണ്ടത് ഒരു കാലുമില്ലാത്ത എത്ര ആളുകളുണ്ട്, ഒരു കാലുമില്ലാത്തവൻ ചിന്തിക്കേണ്ടത് ആരോഗ്യം കൈകാലുകൾ മുഴുവനും പാരലൈസ്ഡ് ആയി കിടക്കുന്ന അനങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട്, എനിക്കൊരു വീൽ ചെയറിലൂടെയെങ്കിലും പോകാൻ പറ്റുന്നില്ലേ. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടത്. പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ മാറാറില്ല. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ 4 മക്കളെ നീ എനിക്ക് തന്നിട്ട് ഒരു മകനെയല്ലേ നീ തിരിച്ചു കൊണ്ടുപോയത്. അൽഹംദുലില്ലാഹ്, 4 അവയവങ്ങൾ നീ എനിക്ക് തന്നിട്ട് ഒരു അവയവത്തെയല്ലേ നീ തിരിച്ചു കൊണ്ടുപോയത്. 2 കൈകളും 2 കാലുകളും നീ എനിക്ക് തന്നുവല്ലോ, ഒരു കാലല്ലേ നീ കൊണ്ടുപോയത് എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, വഖൽബുൻ ഷാകിർ, ശുക്ർ ചെയ്യുന്ന ഹൃദയം ഒരാൾക്കുണ്ടായാൽ അവനേക്കാൾ വലിയ ഭാഗ്യവാൻ വേറെയില്ല. അവന്റെ ജീവിതത്തിൽ വിഷമമുണ്ടാവൂല, അവന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവൂല. നമ്മുടെ ടെൻഷന്റെയും ദുഃഖത്തിന്റെയും പ്രയാസങ്ങൾ പേറി നടക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ, അല്ലേ? എന്നും ടെൻഷൻ തന്നെ, എന്നും ദുഃഖം തന്നെ, ഒരാൾക്കും സമാധാനമില്ല. എല്ലാവരുടെ വീട്ടിലും തളം കെട്ടി നിൽക്കുന്നത് സമാധാനമാണ്, ദുഃഖമാണ്, ടെൻഷനാണ്, പ്രയാസമാണ്. എന്നാൽ ടെൻഷനില്ലാത്ത വീട് വേണോ, ദുഃഖമില്ലാത്ത കുടുംബം വേണോ, പ്രാരാബ്ദങ്ങളോ ടെൻഷനോ പ്രയാസങ്ങളോ ഒരു വേദന പോലുമില്ലാത്ത വീട് വേണോ? എന്ത് കിട്ടിയാലും ശുക്ർ ചെയ്യുന്ന ഹൃദയമുണ്ടായാൽ, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഹൃദയമുണ്ടായാൽ ആ കുടുംബത്തിൽ ദുഃഖമുണ്ടാവൂല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കഷണ്ടിയായ ഒരു ചെറുപ്പക്കാരൻ അഖ്റാഉ, അദ്ദേഹം കഷണ്ടിയാണ്, തലയിൽ മുടിയില്ലാത്തൊരു ചെറുപ്പക്കാരൻ. അതുപോലെ അബ്റസുൽ ബദൻ, ശരീരമാസകലം വെള്ളപ്പാണ്ട് പിടിച്ചൊരു ചെറുപ്പക്കാരൻ. അഅമൽ ഐനൈൻ, കണ്ണ് കാണാത്ത അന്ധനായ ചെറുപ്പക്കാരൻ. മശ്ലൂലുൽ ഖദമൈനി വൽ യദൈൻ, കൈകാലുകൾ അനക്കാൻ പറ്റാതെ വാദം പിടിച്ചു തളർന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. വ്യത്യസ്തമായ ചെറുപ്പക്കാരല്ല, ഒരാൾക്ക് അല്ലാഹു കൊടുത്ത, ഒരാൾക്ക് തന്നെ അല്ലാഹു കൊടുത്ത പ്രയാസങ്ങളാണിത്. അയാളുടെ തലയിൽ കഷണ്ടിയാണ്, മുടിയില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ വിഷമം തലയുടെ മുടി കൊഴിഞ്ഞു പോകുമ്പോഴാണ്. മുടി, തലയിൽ മുടിയില്ലെങ്കിൽ എന്ത് പ്രയാസമായിരിക്കും. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, പെണ്ണുങ്ങൾക്ക് നീളമില്ല മുടിയില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് പ്രയാസമാണ്. തലയിൽ കഷണ്ടിയാൻ തുടങ്ങിയ പിന്നെ അവർ ടെൻഷനാണ്. ആ ടെൻഷൻ കൊണ്ട് ചിന്തിച്ചുള്ള മുടിയും കൂടി പോയി കാണും. അങ്ങനല്ലേ അല്ലേ? കഷണ്ടിയൊക്കെ വെച്ച് നടന്നൂടെ? കഷണ്ടിയുള്ള ആളുകളൊക്കെ തൊപ്പിച്ച് നടക്കും, ക്യാപ്പൊക്കെ വെച്ച് നടക്കും. കഷണ്ടിനെ കാണിച്ചോട്ടെ, ഇപ്പൊ എന്താ അതിൽ കുഴപ്പമുള്ളത്? അതിൽ സൗന്ദര്യക്കുറവൊന്നുമില്ലല്ലോ, അല്ലേ? കഷണ്ടിയായ ഒരു ചെറുപ്പക്കാരൻ, എന്നാൽ കഷണ്ടിയിൽ ഒതുങ്ങിയോ ഇല്ല. അബ്റസൽ ബദൻ, ശരീരമാസകലം വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്. അഅമൽ ഐനൈൻ, വെള്ളപ്പാണ്ട് മാത്രമാണോ? കണ്ണ് കാണാനേ ഇല്ല, 2 കണ്ണും പൊട്ടിപ്പോയിരിക്കുകയാണ്, കണ്ണിന് കാഴ്ചയില്ല. മശ്ലൂലുൽ ഖദമൈനി വൽ യദൈൻ, കൈകാലുകൾ പാരലൈസ്ഡായി തളർന്നു പോയ ഒരു ചെറുപ്പക്കാരൻ. ഇതൊക്കെയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാ ബിഹി കസീറൻ മിമ്മൻ ഖലഖ വഫല്ലലനി തഫ്ളീലാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണല്ലാഹ്. അല്ലദീ ആഫാനി, എനിക്ക് ആരോഗ്യം തന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. മിമ്മ ബതലാ ബിഹി കസീറൻ മിമ്മൻ
ഖലഖ വഫല്ലനി തഫ്ളീല. മറ്റുള്ള ആളുകൾക്ക് നൽകാത്ത ആരോഗ്യവും മറ്റുള്ള ആളുകളെക്കാൾ ശ്രേഷ്ഠതയും അവരെക്കാൾ മഹത്വവും എനിക്ക് നൽകിയ റബ്ബേ, നിനക്കാണ് സർവ്വസ്തുതിയുമെന്ന ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോഴാണ് വേറൊരു ചെറുപ്പക്കാരൻ ആ വഴിയിലൂടെ നടന്നു പോകുന്നത്. അല്ല, നീ പറഞ്ഞല്ലോ അൽഹംദുലില്ലാഹില്ലദി ആഫാനി, എനിക്ക് ആരോഗ്യം തന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞല്ലോ. നിനക്ക് എന്ത് ആരോഗ്യ പഠിച്ചു തന്നത്? എന്ത് ആരോഗ്യമാണ് അല്ലാഹു നിനക്ക് തന്നത്? കണ്ണിന് കാഴ്ചയില്ല, അബ്റസ് വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്, കഷണ്ടിയാണ്, മശ്ലൂലൽ ഖദമൈൻ കൈകാലുകൾ പാരലൈസ്ഡ് ആയി പോയിരിക്കുകയാണ്. എന്ത് ആരോഗ്യമാണ് അല്ലാഹു നിനക്ക് തന്നത്? നീ വലിയ പടച്ചവനെ സ്തുതിക്കുന്നുണ്ടല്ലോ, അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ടല്ലോ. എന്ത് ആരോഗ്യമാണ് അല്ലാഹു നിനക്ക് തന്നത് എന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറയാണ്, ഈ രോഗിയായ മനുഷ്യൻ പറയാണ്, വൈഹക യാ റജുൽ. എന്താ ചെറുപ്പക്കാരാ, എന്താ നീ പറയുന്നത്? അജഅലലി ലിസാനൻ ദാകിറ, എനിക്ക് കണ്ണില്ലാന്നല്ലുള്ളൂ, ദിക്റ് ചെല്ലാൻ പറ്റുന്ന നാവ് എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. നോക്കണം നമ്മൾ, എനിക്ക് കണ്ണല്ല നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ദിക്റ് ചെല്ലാനുള്ള നാവ് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ. നാവിന്റെ ശക്തിയില്ലാത്ത എത്ര ആളുകൾ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ നാവിന് അല്ലാഹു എനിക്ക് ശക്തി തന്നിട്ടില്ലേ? ഇത്രയും വലിയ രോഗങ്ങളുണ്ടായി അല്ലാഹുവിന് ശുക്ർ ചെയ്യാനുള്ള ഹൃദയം എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഇത്രയും വലിയ രോഗങ്ങളുണ്ടായി ക്ഷമിക്കാനുള്ള ശരീരവും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് ചെറുപ്പക്കാരൻ പറയുമ്പോൾ ഇവിടെ കൂടിയിരിക്കും പറയാനുള്ളത്, എപ്പോഴും നമ്മളെക്കാൾ താഴെയുള്ള ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണേ, മുകളിലുള്ള ആളുകളിലേക്ക് നോക്കല്ല. വലിയ വീട് കാണുമ്പോ എനിക്കും വേണമല്ലോ ഇങ്ങനൊരു വീട്, അത് വേണ്ട. വലിയ വാഹനം കാണുമ്പോൾ എനിക്കും വേണമല്ലോ ഇങ്ങനൊരു വാഹനം, അത് വേണ്ട. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല. പിന്നെ എന്ത് വേണം? താഴെയുള്ള ആളുകളിലേക്ക് നോക്ക്. ഓടിന്റെ വീടിൽ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്, കോട്ടേഴ്സിൽ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്, വീടും കോട്ടേഴ്സും ഇല്ലാതെ വഴിയോരങ്ങളിൽ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, എനിക്ക് വീട് തന്നല്ലോ. ഒരു നില വീടാണ്, ടെറസിന്റെ ഒരു നില വീടാണ്. അൽഹംദുലില്ലാഹ്, എനിക്കൊരു വീട് തന്നല്ലോ പടച്ചോനെ. അങ്ങനെയാ നമ്മൾ പറയേണ്ടത്. അപ്പുറത്തുള്ള 2 നില വീട് നോക്കിയിട്ട് ഞാൻ എത്ര അധ്വാനിക്കുന്നുണ്ട്, ഞാൻ എത്ര ദ്വാ ചെയ്യുന്നുണ്ട്, ഞാൻ എത്ര നിസ്കരിക്കുന്നുണ്ട്, എന്നിട്ട് എനിക്കെന്ത് 2 നില വീട് കിട്ടാൻ പറ്റാത്തത്, എന്തേ അല്ലാഹുവിനെ തിരിഞ്ഞു നോക്കാത്തത്? ഈ രീതിയിലുള്ള ചിന്ത നമ്മളെ നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് യാതൊരു ദുഃഖമില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വലിയൊരു മോട്ടോ, വലിയൊരു പ്രഖ്യാപനം അല്ലാഹുവിന്റെ ഹബീബ് തരികയാണ്. വലിയൊരു മരുന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്. ഒരു സൈക്കാട്രിസ്റ്റിനും ഇതുപോലെ ഒരു സന്ദേശം കൈമാറിയിട്ടില്ല. നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളെ നിങ്ങളൊന്നും നോക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂല. അപ്പൊ 4 കാര്യമാണ് സമ്പാദ്യങ്ങളൊന്ന്. ദിക്റ് ചെല്ലാൻ പറ്റുന്ന നാവുണ്ടായാൽ അതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന വേറെ സമ്പാദ്യങ്ങളില്ല. ശുക്ർ ചെയ്യുന്ന നാവുണ്ടായാൽ അതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന വേറൊരു സമ്പാദ്യമില്ല. ക്ഷമിക്കാൻ പറ്റുന്ന ഒരു ശരീരമുണ്ടായാൽ അതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന വേറെ ഒരു സമ്പാദ്യങ്ങളില്ല. ക്ഷമിക്കാൻ പറ്റുന്ന ശരീരം നമ്മൾക്കുണ്ടായാൽ അത് വലിയൊരു സൗഭാഗ്യമാണ്, വലിയൊരു സൗഭാഗ്യമാണ്. അതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങൾ വരാനില്ല. അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നതിൽ സംശയമില്ല. 4ാമതായി പറഞ്ഞത് ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ എന്റെ പൊന്നാര ഭർത്താവേ അത് ചെയ്യല്ല, അത് തെറ്റാണെന്ന് പറയുന്ന ഭാര്യ. സുബ്ഹി നിസ്കരിക്കാൻ
കഴിയാതെ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ തന്റെ മുഖത്തേക്ക് വെള്ളം പൊടിഞ്ഞുകൊണ്ട് എന്റെ ഭർത്താവെ നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഭാര്യ, നിര്യാണിക്ക് താഴെ ഫാൻസ് ധരിക്കുന്ന ഭർത്താക്കന്മാരോട് ഭർത്താവെ നിര്യാണിക്ക് താഴെ ഫാൻസ് ധരിച്ചാൽ അല്ലാഹു നാളെ നോക്കൂലല്ലോ. ദീന് പഠിപ്പിക്കുന്ന ഭാര്യ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ഖുർആൻ ഓതിക്കൂടെ, വാട്സപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ദിക്ർ ചൊല്ലിക്കൂടെ എന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവിനെ ദുനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന ഭാര്യ നമ്മൾക്ക് ലഭിച്ചാൽ അതിനേക്കാളും വലിയ സമ്പാദ്യം വേറെ ഇല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ദീനീ ബോധമുള്ള ഭാര്യമാരാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, അഹസിബൻ നാസു അൻ യുത്റകൂ أن يقولوا آمنا وهم لا يفتنون. ജനങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുസ്ലിമായാൽ പിന്നെ നിങ്ങളെ പരീക്ഷിക്കാതെ അല്ലാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? കേൾക്കണേ, أحسب الناس أن يتركوا أن يقولوا آمنا. മുസ്ലിമായാൽ വെറുതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വളരെ വ്യക്തമായിട്ട് പറയാൻ, ഞാൻ മുസ്ലിമാണെന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ഞാനൊരു പ്രയാസവും കൊടുക്കൂല എന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു ചോദിക്കാം. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. പരീക്ഷണങ്ങൾ നൽകാതെ, പ്രയാസങ്ങൾ നൽകാതെ, മാരാരോഗങ്ങൾ നൽകാതെ, പ്രതിസന്ധികൾ നൽകാതെ അല്ലാഹു വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഷുഗർ ഉണ്ടാകും, ആ ഷുഗർ കൊണ്ട് എത്ര ശിക്ഷകൾ, എത്ര പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ടെന്നറിയോ? ക്യാൻസർ ഉണ്ടാകും, അതൊക്കെ വിശദീകരിക്കാൻ പോവാണ്. ഷുഗർ കൊണ്ടുള്ള നേട്ടങ്ങൾ, പ്രഷർ കൊണ്ടുള്ള നേട്ടങ്ങൾ, ക്യാൻസർ കൊണ്ടുള്ള ഭാഗ്യം, ഇതൊക്കെ നമ്മൾ വിശദീകരിക്കാൻ പോവാണ്. അല്ലാഹു ചോദിക്കാം, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ ആളുകളെയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നബിത്തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളെയും അവരുടെ സമുദായക്കാരെയും അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? وَلَقَدْ فَتَنَّ الَّذِينَ مِن قَبْلِهِمْ فَلَيَعْلَمَنَّ اللَّهُ الَّذِينَ صَدَقُوا وَلَيَعْلَمَنَّ الْكَاذِبِينَ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളിൽ ആരാണ് സത്യസന്ധരായ ആളുകൾ, നിങ്ങളിൽ ആരാണ് നുണയന്മാരായ ആളുകൾ. ഇതറിയാനാണ് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്, മാരാരോഗങ്ങൾ നൽകുന്നത്, കടങ്ങൾ നൽകുന്നത്, മക്കൾ മരിച്ചു പോകുന്നത്, ആക്സിഡന്റുകൾ സംഭവിക്കുന്നത്. ഇതൊക്കെ നിങ്ങളിൽ ആരാണ് നല്ലവനെന്ന് തിരിച്ചറിയാനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ആലോചിക്കണം, ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വരുന്നവർ ആരാണ്? അയ്യുന്നാസി അശദ്ദു ബലാഅ, ആരാണ് നബിയെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വരുന്നത്? നബി തങ്ങൾ പറഞ്ഞ മറുപടി, അൽ-അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി ആലോചിക്കാം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അമ്പിയാക്കളെയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളെയാണ് അമ്പിയാക്കളായി പറഞ്ഞയച്ചത്. ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെ സെലക്ട് ചെയ്തു, അവരെ അമ്പിയാക്കളാക്കി. അതിനുശേഷം ഇഷ്ടമുള്ള ആളുകളെ സെലക്ട് ചെയ്തു, അവരെ സ്വഹാബാക്കളാക്കി. അവന്റെ ഭാവി അല്ലാഹു മുൻകൂട്ടി നിശ്ചയിച്ചവന് ഓരോ ഡ്യൂട്ടികൾ അല്ലാഹു നൽകുകയാണ്.
അയ്യുന്നാസി അശദ്ദു ബലാഅ, അല്ലാഹുവിന്റെ ഹബീബേ, ആരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അൽ അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ് ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വരുന്നത്. പിന്നെ ആരാ? പിന്നെ അവരുമായി ബന്ധപ്പെട്ട സ്വഹാബാക്കള്, ഔലിയാക്കള്, സാലിഹീങ്ങൾ. ഒരിക്കലൊരു സ്വഹാബി, കഅബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളുടെ മുഖമാകെ വിവർണമായിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മുഖമാകെ വാടിപ്പോയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മുഖമാകെ കരിവാളിച്ചു പോയിട്ടുണ്ടല്ലോ, എന്ത് പറ്റി നബിയെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നബിയെ എന്ന് ആ സ്വഹാബി നബി തങ്ങളോട് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കഅബ് എന്ന് പറയുന്ന സ്വഹാബിയോട് പറഞ്ഞത്, യാ കഅബ്, 3 ദിവസമായി ഞാനൊരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ആരാണിത്? ആരാണിത് പറയുന്നത്? ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹ്, ലോകത്തിന് ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുത്ത, ലോകത്തിന് കാരുണ്യമായി പറഞ്ഞു കൊടുത്ത മദീനയുടെ രാജകുമാരൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. വിശന്ന് നബി തങ്ങളുടെ ശരീരമാകെ കളർ തന്നെ മാറിപ്പോയിരിക്കുകയാണ്, നബി തങ്ങളുടെ മുഖമാകെ വിവർണമായിരിക്കുകയാണ്, നബി തങ്ങളാകെ ക്ഷീണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്വഹാബി വന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ മറുപടി, അല്ലയോ സ്വഹാബ, 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉടൻ തന്നെ സ്വഹാബി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ആ പോകുന്ന വഴിയിലാണ് ഒരു ജൂതനായ ചെറുപ്പക്കാരനെ കാണുന്നത്, തന്റെ തോട്ടത്തിലുള്ള മരങ്ങൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്. ബക്കറ്റിൽ നിറയെ വെള്ളമെടുത്തുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി, ബക്കറ്റിൽ നിറയെ വെള്ളം കോരി തന്റെ തോട്ടങ്ങളിലുള്ള എല്ലാ മരങ്ങൾക്കും വെള്ളമൊഴി കൊടുക്കുന്നത് കണ്ടപ്പോ മഹാനായ സ്വഹാബി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പകരം ഈ മരങ്ങൾക്ക് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തോട്ടെ, നിങ്ങൾക്ക് പകരം ഈ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങളുടെ കൃഷികൾക്ക് ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തോട്ടെ. ഇത് പറഞ്ഞപ്പോഴാണ് ആ ജൂതൻ ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ചത്. ഒരു ബക്കറ്റിന് എനിക്ക് സാലറി തരണം, ഒരു ബക്കറ്റിന് എനിക്ക് ശമ്പളം തരണം എന്ന് പറഞ്ഞപ്പോ എത്രയാണ് വേണ്ടത്? ഒരു ബക്കറ്റിന് ഒരു ഈത്തപ്പഴം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ സാലറി തരാമെന്ന് പറഞ്ഞു. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അവിടെയുള്ള എല്ലാ മരങ്ങളിലേക്കും കിണറ്റിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി ഓരോ മരങ്ങൾക്കും ഒഴിച്ചിട്ട് അവസാനം ജൂതന്റെ സമീപത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലയോ സഹോദര, ഞാൻ എന്റെ ഡ്യൂട്ടി ഭംഗിയായി ചെയ്തിരിക്കുകയാണ്, എനിക്കെന്റെ സാലറി തരണമെന്ന് പറഞ്ഞപ്പോ ബക്കറ്റുകളുടെ എണ്ണത്തിന് കണക്ക് ഈത്തപ്പഴം കയ്യിൽ കൊടുക്കുകയാണ്. വിശന്ന് വലയുന്ന സ്വഹാബി ഭക്ഷണം കഴിച്ചിട്ടില്ല, ആ സ്വഹാബി പട്ടിണിയാണ്, ആ സ്വഹാബിയുടെ വയറ് നിറഞ്ഞിട്ടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഈ ഈത്തപ്പഴവുമായി ഓടിപ്പോവുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എവിടെ നിന്നാണ് ഈത്തപ്പഴം ലഭിച്ചത്? അപ്പോഴാണ് ആ സ്വഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഒരു ജൂതനായ ഒരു സഹോദരന് കൂലിപ്പണി എടുത്തുകൊണ്ട് കിട്ടിയ സാലറിയാണ് നബിയെ. നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഞാൻ എങ്ങനെയാണത് സഹിക്കുക? എനിക്കതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക? എന്റെ കരളിന്റെ കഷ്ണമായ പരിശുദ്ധ റസൂലുള്ളാഹ് നബി തങ്ങളെ, നിങ്ങളെ പട്ടിണിയായാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? എനിക്ക് ജീവിച്ചിട്ട് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് അങ്ങേക്ക് ഭക്ഷണം കഴിക്കാതെ, അങ്ങയുടെ വയറ് നിറയാതെ, അങ്ങയുടെ ക്ഷീണം മാറാതെ എനിക്ക് വിശ്രമമില്ല നബിയെ. ഇത് കൊടുത്തപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, യാ കഅബ്, 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 അതുഹിബ്ബുനി, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് എന്നോട് ഇഷ്ടമാണോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോഴാണ് കഅബ് പറഞ്ഞത്, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് കഅബിനോട് പറഞ്ഞത്, കഅബ്, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പട്ടിണി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ,
അല്ലാഹു ആർക്കാണ് ക്യാൻസർ നൽകുന്നത്? അല്ലാഹു ആർക്കാണ് ഷുഗർ നൽകുന്നത്? അല്ലാഹു ആർക്കാണ് പ്രഷർ നൽകുന്നത്? ആർക്കാണ് മാറാരോഗങ്ങൾ നൽകുന്നത്? മക്കളൊക്കെ ഗൾഫിലേക്ക് പോയി ജോലിയില്ലാതെ നാട്ടുകാരോട് കടം വാങ്ങി 50,000 രൂപ വാങ്ങി 20,000 രൂപയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ട് വിസ ഉണ്ടാക്കി വിസ ചോദിച്ചു വാങ്ങി 3 മാസത്തെ വിസിറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ അങ്ങ് ഗൾഫിലേക്ക് ജോലിക്ക് പറഞ്ഞയച്ചതാണ്. 3 മാസം തലങ്ങും വിലങ്ങും ഓടിച്ചാടി നടന്നിട്ട് ഒരുപാട് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ട് ജോലിയില്ലാതെ മകൻ തിരിച്ചു വരികയാണ്. വീടിന്റെ അവസ്ഥയാണെങ്കിൽ പട്ടിണിയാണ്, പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ട്, വീട്ടിൽ ഒരുപാട് ചെലവുകളുണ്ട്, വീട്ടുകാരുടെ കയ്യിൽ വേറൊരു വരുമാനമില്ല, 50,000 രൂപ കടമാണ്. ഈ കടം വീട്ടാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തില് പ്രതീക്ഷയോടെ വീണ്ടും മകനെ പറഞ്ഞേക്കുകയാണ്. മറ്റൊരാളോട് 50,000 രൂപ കടം വാങ്ങിയിട്ട് 20,000 രൂപ ടിക്കറ്റിനും വിലയ്ക്കും വേണ്ടി ചെലവഴിച്ചിട്ട് 3 മാസം വീണ്ടും ഗൾഫിൽ നിന്നിട്ട് ആ മകൻ ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വിഷമിക്കേണ്ട സഹോദര, വിഷമിക്കേണ്ട രക്ഷിതാക്കളെ, അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ, അല്ലാഹുവിന് ഒരാളോട് സ്നേഹമുണ്ടായാൽ അല്ലാഹു അയാളെ പരീക്ഷിക്കും. എങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കുക? ഒരുപാട് സ്റ്റൈലിൽ അല്ലാഹു പരീക്ഷിക്കുന്നുണ്ട്, ഒരുപാട് രീതിയിൽ അല്ലാഹു പരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഒരാളുടെ ദീൻ എത്രയുണ്ട് എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു ഒരാൾക്ക് പരീക്ഷണം നൽകുന്നത്. നമ്മുടെ നാട്ടിൽ ചില സംസാരങ്ങളുണ്ട്. ഒരാൾ ക്യാൻസർ രോഗിയായി കിടന്നാൽ നാട്ടുകാർ പറയുന്നത്, പെണ്ണുങ്ങൾ പറയുന്നത്, താത്തമാര് പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ഫസാദ് പറയുന്നത്, ചെറുപ്പകാലത്ത് എന്തോ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷ കൊടുത്തതാണ്. ചെറുപ്പകാലത്ത് കള്ളു കുടിച്ചതിന്റെ പേരില്, ഹറാമ് ചെയ്തതിന്റെ പേരില്, പലിശ തിന്നതിന്റെ പേരില്, കോപ്രാട്ടിത്തരങ്ങൾ കാണിച്ചു നടന്നതിന്റെ പേരില്, എന്തോ അക്രമം ചെറുപ്പകാലത്ത് ചെയ്തതിന്റെ പേരിൽ അല്ലാഹു കൊടുത്ത ശിക്ഷയാണെന്ന്. എന്നാൽ അങ്ങനെ പറഞ്ഞു പോവല്ല. അല്ലാഹു ഒരാളെ പരീക്ഷിക്കുന്നത് സ്നേഹം കൂടുമ്പോഴാണ്. അല്ലാഹുവിന് ആരോടാണ് സ്നേഹം കൂടുന്നത് അവരെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. അല്ലാഹുവിന് ഏറ്റവും വലിയ സ്നേഹം ആരോടെന്നറിയോ? ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോട്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, വെറുതെ പ്രഭാഷണം കേട്ടിട്ട് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയാൽ പോരാ. അല്ലാഹു തആല ഏറ്റവും നന്നായി സ്നേഹിച്ചതാരെ? അത് നമ്മുടെ കരളിന്റെ കൃഷ്ണമായ അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് റസൂലുള്ളാഹ്. അല്ലാഹു ഏറ്റവും സ്നേഹിച്ചത് നിമിത്തങ്ങളെ. നിമിത്തങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ, നിമിത്തങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. ഇനി നമ്മൾ ആലോചിക്കും, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിന്റെ കഥ എന്താണ്? നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരന്റെ 2 ചെറുപ്പക്കാരുടെ ചെറിയ കുട്ടികളാണ് കിണറ്റിലേക്ക് വീണ് മരിച്ചുപോയത്. സഹിക്കാൻ കഴിയാത്ത അസഹനീയമായ വേദനയാണത്. അല്ലാഹുവിற்கு പകരം നൽകുമാറാവട്ടെ, അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാവട്ടെ. എന്നാൽ ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മക്കളിൽ ഒരാളല്ലാതെ മറ്റുള്ള എല്ലാ ആളുകളും നബി തങ്ങളെക്കാൾ മുമ്പ് മരിച്ചുപോയിട്ടുണ്ട്. നബി തങ്ങളുടെ മക്കൾ എത്ര മക്കളാണ് നബി തങ്ങളെക്കാൾ മുമ്പ് മരിച്ചുപോയത്? ഇബ്രാഹിം മരിച്ചതപ്പോ, റുഖയ്യ മരിച്ചതപ്പോ, ഉമ്മു കുൽസൂം മരിച്ചതപ്പോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മക്കളിൽ ഫാത്തിമയല്ലാത്ത എല്ലാ മക്കളും നബി തങ്ങളുടെ വഫാത്തിന്റെ മുമ്പേ മരിച്ചുപോയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പിതാവിന് സഹിക്കാൻ പറ്റുക? ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പിതാക്കന്മാരാണല്ലോ, ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉമ്മമാരാണല്ലോ. ഒരു മകൻ മരിച്ചുപോയാൽ, ഒരു മകൾ മരിച്ചുപോയാൽ എങ്ങനെയാണ് ഒരു മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റുന്നത്? എന്നാൽ എന്റെ ഹബീബിന് എത്ര പ്രയാസമുണ്ടായി. ഇബ്രാഹിം എന്ന് പറയുന്ന പെണ്ണുമോൻ, ഖാസിം എന്ന് പറയുന്ന പെണ്ണുമോൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെറുപ്പകാലത്ത് തന്നെ മരിച്ചുപോയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഓ ഇബ്രാഹിം, ഞങ്ങൾ നിന്റെ ഫിറാഖിൽ ഞങ്ങൾ വിഷമിക്കുന്നു, നിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളി കളിച്ചു വീണിട്ടുണ്ട്. അപ്പോഴാണ് ഒരു സഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, നിങ്ങൾ കരയുകയാണോ? മകൻ മരിച്ചതിന്റെ പേരിൽ നിങ്ങൾ കരയുകയാണോ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഈ കണ്ണുനീർ തുള്ളി കളിച്ചു വീഴുന്നത് ഹൃദയത്തിൽ കാരുണ്യമുണ്ടാകുമ്പോഴാണ്. കാരുണ്യമുള്ള ഹൃദയങ്ങളിൽ നിന്നാണ് വിഷമമുണ്ടാകുന്നത്.
വിഷമമുണ്ടാകുന്നത്. പക്ഷെ വിഷമമുണ്ടാകുമ്പോൾ മാറത്തടിച്ചിട്ട് അട്ടഹസിച്ചിട്ട് ഒച്ച വെച്ചിട്ട് ആകെ പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടാവരുത്. മകൻ മരിച്ചാൽ വിഷമം സഹിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നേക്കാം. സ്വാഭാവികമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് തുള്ളികൾ വന്നുപോയിട്ടുണ്ട്. 5 or 4 മക്കളാണ് നബി തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയത്. ഇത് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചിരിക്കുകയാണ്. യതീമായി പിറന്നു അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉപ്പയില്ല. ആലോചിക്കണം നമ്മള്. അല്ലാഹു ആർക്കാണ് പരീക്ഷണങ്ങൾ നൽകുന്നത്? അല്ലാഹു സ്നേഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൂടുതൽ പരീക്ഷണം നൽകുകയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുത്തുനബിയെയാണ്. ആ മുത്തുനബിയുടെ മക്കളെല്ലാം നബി തങ്ങളുടെ വഫാത്തിന്റെ മുമ്പിൽ നബി തങ്ങളുടെ കൺമുന്നിൽ മരിച്ചു പോവുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ചു വീണപ്പോ നബിയുടെ പിതാവ് മരിച്ചുപോയിട്ടുണ്ട്. 6ാമത്തെ വയസ്സിൽ തന്റെ ഉമ്മയും മരിച്ചു പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി മരിച്ചു പോവുകയാണ്. എത്രയെത്ര പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത്, അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്, അല്ലാഹു രോഗങ്ങൾ നൽകുന്നത്, അല്ലാഹു കടങ്ങൾ നൽകുന്നത് ഒരാളോട് സ്നേഹമുണ്ടാകുമ്പോഴാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഫയുബ്തലർ റജുലു അലാ ഹസബി ദീനിഹി. പരീക്ഷണം കിട്ടുക ദീനിന്റെ അടിസ്ഥാനത്തിലാണ്. നല്ല ദീനുള്ള ആളാണെങ്കിൽ അയാൾ നന്നായിട്ടൊന്ന് കുട്ടും. ദീന് നന്നായിട്ടുള്ള ആൾ, നല്ല നിസ്കാരക്കാരൻ, നല്ല ഇബാദത്ത് എടുക്കുന്ന ആൾ, നല്ല നോമ്പുകാരൻ, നല്ല സ്വതക്കക്കാരൻ, നല്ല സക്കാത്തുകാരൻ നന്നായിട്ടൊന്ന് കുട്ടും. നബി തങ്ങൾ പറയാണ്, നല്ല കരുത്തുള്ള ഈമാനാണെങ്കിൽ, നല്ല ശക്തിയുള്ള ആവേശമുള്ള മുഅ്മിനാണെങ്കിൽ, ദീനിനോട് അമിതമായ സ്നേഹമുള്ള ആളാണെങ്കിൽ, അവന്റെ പരീക്ഷണം ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ദീനില്ലാത്ത ആളുകളാണെങ്കിൽ, നിസ്കാരമില്ലാത്ത ആളുകൾ, ദീനീ ബോധമില്ലാത്ത കണ്ണാടിയായി നടക്കുന്ന ആളുകൾ, പരിസരബോധമില്ലാതെ നാട്ടുകാരോട് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി, ഒരു അമലുമില്ലാതെ ഇങ്ങനെ തോന്നിവാസിയായി നടക്കുന്ന ആളുകൾ, അവർക്ക് പരീക്ഷണം കുറയുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യത്റുകഹു യംശി അലൽ അർളി മാ അലൈഹി ഖതിഅ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഒരു ഷുഗർ ബാധിച്ചാൽ എന്താണ് അയാളുടെ അവസ്ഥ? ഒന്ന് ജ്യൂസ് കഴിക്കാൻ പറ്റൂല, ചായ കുടിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഭക്ഷണത്തിന് നിയന്ത്രണമാണ്. ഷുഗർ ഒന്ന് കൂടിയാൽ ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. ഷുഗർ ഒന്ന് കുറഞ്ഞാൽ അതും പ്രയാസം തന്നെ. ഇനി ജീവിതത്തിൽ മധുരം ആഘോഷിക്കാനില്ല, ഇനി ജീവിതത്തിൽ മധുരം നുകരാനില്ല. കഷ്ടപ്പാടോട് കഷ്ടപ്പാട്. എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രയാസമുള്ള രോഗം ഷുഗർ എന്നാണ്. ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂലല്ലോ. എല്ലാവരും ജ്യൂസ് കഴിക്കുമ്പോ, എല്ലാവരും മധുരമുള്ള പാനീയങ്ങൾ കഴിക്കുമ്പോ, എല്ലാവരും ബേക്കറി ഐറ്റം കഴിക്കുമ്പോ, ഇവർ ഷുഗർ ബാധിച്ച ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കൺമുന്നിലെല്ലാമുണ്ട്, കൺമുന്നിലെല്ലാമുണ്ട്. എടുത്ത് കഴിക്കാനുള്ള താല്പര്യമുണ്ട്, അത് തിന്നണമെന്നുള്ള ഭൂതിയുണ്ട്, അത് കുടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ കഴിച്ചുപോയാൽ രോഗം വർദ്ധിക്കുകയാണ്. പിന്നെ തലവേദന വരികയാണ്, പിന്നെ നടുവേദന വരികയാണ്. അത് പേടിച്ചുകൊണ്ട് കഴിക്കാതെ മാറി നിൽക്കുമ്പോൾ എത്ര പ്രയാസം അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഈ ഷുഗർ ബാധിച്ച ആളുകളോട് ഞാൻ പറയട്ടെ, പ്രഷർ ബാധിച്ച ആളുകളോട് പറയട്ടെ, ക്യാൻസർ ബാധിച്ച ആളുകൾ, നിരന്തരമായി തലവേദനയുള്ളവർ, നിരന്തരമായി ഊരവേദനയുള്ളവർ, അവരോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു അടിമയ്ക്ക് ഞാൻ ഇങ്ങനെ രോഗം നൽകിക്കൊണ്ടേയിരിക്കും, ഒരടിമയ്ക്ക് ഞാൻ ഇങ്ങനെ പരീക്ഷണം നൽകിക്കൊണ്ടേയിരിക്കും. ഈ രോഗം ബാധിച്ച സഹോദരൻ അവസാനം മരിക്കുമ്പോ അയാളുടെ തിന്മയുടെ ഏടുകളിൽ ഒരു തിന്മ പോലും കാണാൻ പറ്റൂല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു